പെർഫെക്റ്റ് ടെക്നിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട്, VK റോഡ്, നിലമ്പൂർ. വണ്ടൂർ താലൂക്ക് ആശുപത്രിയിലെ താൽക്കാലിക ഫാർമസിസ്റ്റ് നിയമനങ്ങൾ വിവാദത്തിലേക്ക്. ജൂലൈ 3 നടന്ന അഭിമുഖത്തിന്റെ അടിസ്ഥാനത്തിൽ പ്രസിദ്ധീകരിച്ച റാങ്ക് ലിസ്റ്റുമായി ബന്ധപ്പെട്ടാണ് പുതിയ ആരോപണങ്ങൾ ഉയരുന്നത്. ഒരേ റാങ്ക് ലിസ്റ്റിൽ നിന്ന് ഒരേ തസ്തികയിലേക്ക് നിയമിക്കപ്പെടുന്ന ജീവനക്കാർക്ക് വ്യത്യസ്ത ദിവസവേതനം നിശ്ചയിച്ചെന്നാണ് പ്രധാന പരാതി. LSG ഫണ്ടിൽ നിന്ന് നിയമനം ലഭിക്കുന്നവർക്ക് 980 രൂപ ദിവസവേതനം അനുവദിക്കുമ്പോൾ HMC ഫണ്ടിൽ നിന്ന് നിയമിക്കപ്പെടുന്ന ഫാർമസിസ്റ്റുകൾക്ക് 550 രൂപ മാത്രമാണ് നൽകുന്നതെന്നാണ് ഉദ്യോഗാർത്ഥികളുടെ ആരോപണം. സർക്കാർ നിലവിൽ താൽക്കാലിക ഫാർമസിസ്റ്റുകൾക്ക് 980 രൂപ ദിവസവേതനം നൽകണമെന്ന വ്യവസ്ഥ നിലനിൽക്കുകയാണിതെന്നും ആശുപത്രി അധികൃതർ വേതനത്തിൽ വിവേചനം കാണിക്കുകയാണെന്നും ഉദ്യോഗാർത്ഥികളും സംഘടനകളും ആരോപിക്കുന്നു. പ്രതിഷേധം ശക്തമായതിനെ തുടർന്ന് നിലവിലെ റാങ്ക് ലിസ്റ്റ് റദ്ദാക്കിയതായും പുതിയ അഭിമുഖം നടത്തുമെന്നും ഫാർമസി സ്റ്റോർ ഇൻചാർജ് ഔദ്യോഗിക ഗ്രൂപ്പുകളിലൂടെ അറിയിച്ചിരുന്നു. എന്നാൽ പിന്നീട് അതേ റാങ്ക് ലിസ്റ്റിൽ നിന്ന് തന്നെ വീണ്ടും നിയമനം നടത്താനുള്ള ശ്രമമാണ് നടക്കുന്നതെന്നാണ് ആക്ഷേപം. കുറഞ്ഞ ദിവസവേതനത്തിൽ ജോലി ചെയ്യാൻ തയ്യാറാകാത്ത ഉദ്യോഗാർത്ഥികളെ ഒഴിവാക്കി തങ്ങൾക്ക് അനുകൂലമായവരെ ഉൾപ്പെടുത്താനാണ് ശ്രമമെന്നാണ് പരാതിക്കാരുടെ ആരോപണം. തൊട്ടടുത്ത് PSC റാങ്ക് ലിസ്റ്റ് നിലവിലുണ്ടായിട്ടും ചിലരുടെ സ്വാർത്ഥ താൽപര്യങ്ങൾ മൂലമാണ് സ്ഥിര നിയമനം നടക്കാതെ പോകുന്നതെന്ന് കേരള പ്രൈവറ്റ് ഫാർമസിസ്റ്റ് അസോസിയേഷൻ മലപ്പുറം ജില്ലാ സെക്രട്ടറി P. നുഫൈൽ ആരോപിച്ചു. താൽക്കാലിക അടിസ്ഥാനത്തിൽ ജോലി ചെയ്യുന്ന ഫാർമസിസ്റ്റുകൾക്ക് 950 രൂപ കൊടുക്കണമെന്ന നിയമമുണ്ട്. ആ നിയമം ഈ വശത്ത് നിൽക്കുമ്പോൾ മറ്റൊരു നിയമത്തിന്റെ പേരിൽ ഈ കുറഞ്ഞ സാലറിക്ക് ആളെ നിയമിക്കുന്നത് തികച്ചും വിരോധാഭാസമാണ്. അതിന് കേരള പ്രൈവറ്റ് ഫാർമസിസ്റ്റ് അസോസിയേഷൻ എന്ന സംഘടന തീർത്തും പ്രതിഷേധം അറിയിക്കേണ്ട പോലെ അറിയിച്ചിട്ടുണ്ട്. മാത്രമല്ല, ഈ ക്യാൻസൽ ചെയ്തു എന്ന് പറയുന്ന ലിസ്റ്റിൽ നിന്ന് ആളെ നിയമിക്കുന്നതുമായി ബന്ധപ്പെട്ട് നമ്മൾ നിലവിൽ ജില്ലാ മെഡിക്കൽ ഓഫീസർക്ക് പരാതി നൽകിയിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ടുള്ള ആളുകൾക്ക് എതിരെ നടപടി എടുക്കണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ഇതിൽ തീർത്തും ഈ വിരോധാഭാസമായ ഇത്തരം പ്രതിഭാസങ്ങൾക്കെതിരെ, ഇത്തരം പരിപാടികൾക്കെതിരെ സംഘടന ഇനിയും മുന്നോട്ട് പോകും. നിയമപരമായി തന്നെ ഇതിനെതിരെ നേരിടുകയും ചെയ്യും. ഒരേ ജോലി ചെയ്യുന്ന ഒരാൾക്ക് 950 ഒരാൾക്ക് 600 രൂപ എന്നുള്ളത് ഒരിക്കലും അംഗീകരിക്കാൻ കഴിയാത്ത ഒരു കാര്യമാണ്. കാലാകാലങ്ങളായി ഈ താലൂക്ക് ഹോസ്പിറ്റലിൽ നടക്കുന്ന ഈ വിഷയം ഇതാണ്. ഇപ്പോഴും നിലവിൽ CHCയുടെ പാറ്റേണുള്ള ഈ അവസ്ഥയിലുള്ള ഒരു ഹോസ്പിറ്റലിനെ ഇനിയും PSC തസ്തികകൾ അനുവദിക്കാമെന്ന് നിലനിൽക്കെ ഇതിനോടകം തന്നെ ഇവിടുത്തെ ബ്ലോക്ക് പഞ്ചായത്ത് പ്രതിനിധികൾ അത് ആരോഗ്യമന്ത്രി അറിയിച്ചിട്ടുണ്ട് എന്നാണ് അറിഞ്ഞത്. എന്നിട്ട് പോലും ഇവിടെ PSC നിയമനം നടക്കാത്തത് ഈ ഹോസ്പിറ്റലിനുള്ളിലെ ആളുകളുടെ കളികൾ മൂലമാണെന്നും സ്വാർത്ഥ താല്പര്യങ്ങൾ മൂലമാണെന്നും വ്യക്തമാണ്. അപ്പോൾ ഇതിൽ തന്നെ നമുക്ക് ആരോഗ്യമന്ത്രി മുതലായ ആളുകളെ ബന്ധപ്പെട്ട് പരാതികൾ നൽകുന്നുണ്ട്. നിലവിൽ ഒരു PSC റാങ്ക് ലിസ്റ്റ് ഇവിടെ തൊട്ടടുത്ത് നിൽക്കുമ്പോൾ അതിന് പരിഗണിക്കേണ്ട ആളുകൾ പുറത്തു നിൽക്കുമ്പോൾ അവരെ പരിഗണിക്കാതെ HMC എന്ന് പറഞ്ഞ് താൽക്കാലിക ജീവനക്കാരെ തുച്ഛമായ വേതനത്തിന് നിയമിക്കുന്ന ഈ പ്രവണതയ്ക്കെതിരെ സംഘടന അതിശക്തമായി പ്രതിഷേധിക്കും. വിഷയത്തിൽ അടിയന്തര ഇടപെടൽ ആവശ്യപ്പെട്ട് ജില്ലാ മെഡിക്കൽ ഓഫീസർക്കും ആരോഗ്യമന്ത്രിക്കും പരാതി നൽകിയതായി സംഘടന അറിയിച്ചു. നിയമനത്തിലെ ക്രമക്കേടുകൾക്കെതിരെ വരും ദിവസങ്ങളിൽ ശക്തമായ പ്രതിഷേധ പരിപാടികൾ സംഘടിപ്പിക്കുമെന്നും കേരള പ്രൈവറ്റ് ഫാർമസിസ്റ്റ് അസോസിയേഷൻ വ്യക്തമാക്കി. +2 പരാജയപ്പെട്ടവരാണോ നിങ്ങൾ? അതല്ല +2 മാർക്ക് കുറഞ്ഞതിൽ വിഷമിച്ചിരിക്കുകയാണോ? എങ്കിൽ SSLC +2 കഴിഞ്ഞവർക്ക് കേവലം 2 വർഷത്തെ പഠനം കൊണ്ട് 100% ജോലി സാധ്യതയുള്ള എഞ്ചിനീയറിംഗ് കോഴ്സിന്റെ കൂടെ +2 നേടിയെടുക്കാനുള്ള അവസരവും. വർഷങ്ങളുടെ പ്രവർത്തന പാരമ്പര്യമുള്ള പെർഫെക്റ്റ് ടെക്നിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഇപ്പോൾ നിലമ്പൂരിലും. കേരള സർക്കാർ സാങ്കേതിക വിദ്യാഭ്യാസ വകുപ്പിന് കീഴിലുള്ള PSC അംഗീകരിച്ച 2 വർഷത്തെ എഞ്ചിനീയറിംഗ് കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. ഓട്ടോമൊബൈൽ എഞ്ചിനീയറിംഗ്, സിവിൽ എഞ്ചിനീയറിംഗ്, ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ്, റെഫ്രിജറേഷൻ ആൻഡ് എയർ കണ്ടീഷനിംഗ് എഞ്ചിനീയറിംഗ് എന്നീ കോഴ്സുകൾ പഠിച്ചിറങ്ങുന്ന വിദ്യാർത്ഥികൾക്ക് ക്യാമ്പസ് പ്ലേസ്മെന്റിലൂടെ ജോലിയും ഉറപ്പു നൽകുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടുക. പെർഫെക്റ്റ് ടെക്നിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട്, VK റോഡ്, നിലമ്പൂർ. കോൺടാക്ട് 8921 573 500 9446 549 027.